ഇതാ ഇതാണ് വൈഫൈ പവർ ബാങ്ക് 12 വോൾട്ട്. ഞാൻ ഉണ്ടാക്കിയതാണത്. അപ്പോൾ ഏകദേശം ഒരു 5 hours ഒക്കെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് കിട്ടും വൈഫൈ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈയുടെ അഡാപ്റ്ററിൽ നിന്ന് പറയുന്ന ഇൻപുട്ട് ഇതിൽ കൊടുക്കുക, ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്തിട്ട് വൈഫൈയുടെ റൂട്ടറിലേക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് വർക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അതായത് ജസ്റ്റ് ബാറ്ററിമേ 2 വയർ കൊടുത്തിട്ട് അതിനുള്ള കണക്ഷൻ. രണ്ടിന് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ 2 ക്ലിപ്പും പിന്നെ 2 DC സോക്കറ്റും, അതായത് DC ഫീമെയിൽ സോക്കറ്റ് മനസ്സിലായോ. അത് നമുക്ക് DC ഫീമെയിൽ സോക്കറ്റിൻ്റെ ബ്ലാക്ക് വയറും ഒന്നിച്ച് റെഡ് വയറും ഒന്നിച്ച് കണക്ട് ചെയ്യണം. അതായത് പോസിറ്റീവും നെഗറ്റീവും അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് 2 ക്ലിപ്പിൻ്റെ അതായത് പോസിറ്റീവിന് 1 ക്ലിപ്പ് നെഗറ്റീവിന് 1 ക്ലിപ്പ് എന്ന രീതിയിൽ ജസ്റ്റ് ക്ലിപ്പിലേക്ക് വയർ കൊടുത്തിട്ട് ജസ്റ്റ് പ്ലെയർ ഉണ്ടോ അല്ലെങ്കിൽ വയർ സ്ട്രിപ്പർ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലിപ്പ് ഇരുന്നോളും. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാ ക്ലിപ്പും വയറും എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ മതി. അതായത് ബാറ്ററിയിൽ പോസിറ്റീവിലേക്ക് റെഡ് വയർ, നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറും, 2 പിന്നടിക്കും 12 വോൾട്ട് ഒന്നിച്ച് കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതുപോലെ ബാറ്ററിക്ക് അടിപൊളിയായിട്ട് കണക്ട് ചെയ്യാം. നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം, ലൂസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 12 ബാറ്ററിയാണ്. അത് 12 വേണമെന്നില്ല, 7 ബാറ്ററി ഒക്കെ മതി. അത് ഏകദേശം 500 റേഞ്ചിൽ 7 ബാറ്ററി കിട്ടും. എൻ്റെ 7 ഇല്ലാത്ത കാരണമാണ് ഞാനിവിടെ 12 യൂസ് ചെയ്തേക്കുന്നത്. ഇത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഒരു 7 5 യൂസ് ചെയ്താലും മതി. കൂടുന്നതിനനുസരിച്ച് നമുക്ക് വൈഫൈയുടെ ബാക്കപ്പ് ടൈമും കൂടുതൽ കിട്ടും. ഇപ്പോൾ ഇതാ കാണാൻ പറ്റും, നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തേണത്. ഈ വയറിൻ്റെ കണ്ടോ, ബാറ്ററിയിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുത്തേക്കണത്. വൈഫൈ റൂട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഈ വയറൊന്ന് ഞാൻ പിടിക്കണം, അപ്പോൾ ഓഫായി പോകും. ശ്രദ്ധിച്ചോ കാണാം, കണ്ടോ ഓഫായി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളുണ്ടായി മറ്റേ പവർ ബാങ്കിലും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 3.7 വോൾട്ടിൻ്റെ 3 സെല്ലാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. അത് നമുക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് അനുസരിച്ച് സെല്ലിനാണ് കൂട്ടും കുറയ്ക്കും ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ബാറ്ററി കണക്ടറാണ്. അതായത് നമ്മൾ ബാറ്ററി സീരീസും പാരലായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാനുള്ള ബാറ്ററി കണക്ടർ. അത് നമ്മൾ എത്ര എണ്ണം വെച്ചാൽ നമ്മൾ ബാറ്ററിയുടെ അളവനുസരിച്ച്, അതായത് ഒരു ബാറ്ററിക്ക് 2 എണ്ണം വേണം. ഇപ്പോൾ 6 ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 12 എണ്ണം വേണം. അതിനനുസരിച്ച് എണ്ണം നോക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഒരു സ്വിച്ച് വേണം, അതങ്ങനെ സാധാരണ നോർമൽ സ്വിച്ച്. പിന്നെ വേണ്ടത് BMS ബോർഡാണ്, അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം 3S. അതായത് 3S എന്ന് പറഞ്ഞാൽ 3 സെല്ല് അതാണ് ഉദ്ദേശിക്കുന്നത്. 3 സെല്ല് കണക്ട് ചെയ്യണ BMS. ഇത് 10 ആംപിയറിനാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് 2 LED എടുത്തിട്ടുണ്ട്, ഒരു ഡയോഡും പിന്നെ 10K റെസിസ്റ്റർ വെച്ചിട്ടാണ് ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 6.4 ഒരു PVC ബോക്സ് ആണ്. അത് 6.4 വേണമെന്നില്ല, ഇഷ്ടമുള്ള സൈസ് അവരുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ആ മെയിൽ പിന്നുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു വയർ. ഞാനിവിടെ സ്പീക്കർ വയറാണ് എടുത്തേക്കുന്നത്, അതായത് 2 കണക്ഷനുള്ള വയർ. എന്നിട്ട് ഇതേപോലെ ബോക്സിൽ വരച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇതേപോലെ കട്ട് ചെയ്ത് ഹോളിട്ട് എടുക്കേണ്ടതാണ്. 2 DC ഫീമെയിൽ പിന്നും 2 ഇൻഡിക്കേറ്ററും ഒരു സ്വിച്ചും വയ്ക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അതേപോലെ എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഹോളാക്കി എടുക്കേണ്ടതാണ്. ഇതുപോലെ ഇരിക്കും എല്ലാ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. 2 ഫീമെയിൽ പിന്നും 2 ഇൻഡിക്കേറ്ററും ഒരു സ്വിച്ച് വയ്ക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 2 ഫീമെയിൽ കണക്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഹോളിലേക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി വേണ്ടത് ബാറ്ററി ഹോൾഡറാണ്. ഇതുപോലെ സീരീസ് ചെയ്ത് കണക്ട് ചെയ്തെടുക്കണം ബാറ്ററി ഹോൾഡർ. അതായത് നമുക്ക് 3 ബാറ്ററി കറക്റ്റായിട്ട് നീങ്ങി പോകാതെ നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ഹോൾഡർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം 3 ബാറ്ററി എടുക്കാം. ഇതിൽ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കാം. അതിൽ ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും. അത് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കിയാണ് നമ്മൾ ബാറ്ററി ഹോൾഡറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പോസിറ്റീവ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു, അടുത്തത് രണ്ടാമത്തത് നെഗറ്റീവ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക, വീണ്ടും മൂന്നാമത്തതിന് പോസിറ്റീവ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. താഴെ നോക്കുമ്പോൾ ഫസ്റ്റ് നെഗറ്റീവ്, മുകളിൽ പോസിറ്റീവ്, വീണ്ടും നെഗറ്റീവ്, അങ്ങനെയാണ് വരാനായിട്ട്. 2 സൈഡിലും മാറി മാറി വരണം പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ വേണം ബാറ്ററി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ അതേപോലെ 2 സെല്ലാണ് എടുത്തേക്കുന്നത്, അതായത് 2 സീരീസ് 3 വോൾട്ടിൻ്റെ സീരീസ് ചെയ്ത കണക്ഷൻ 2 എടുത്തേക്കുന്നത്. കൂടുതൽ ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ എടുത്തേക്കുന്നത്.
അതിനുശേഷം നമ്മൾ ബോക്സിൽ വെച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ മുകളിലായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ രണ്ട് മടിയിൽ നേരെ നേരെ വയ്ക്കാം. അത് വെറുതെ ഇഷ്ടം പോലെ. ഞാൻ അടിയിൽ നേരെ നേരെ വെച്ചാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. വയർ കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം അതായത് ഒന്ന് മുകളിൽ ഒന്ന് താഴെ വെച്ച് കണക്ട് ചെയ്യണതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് വയറിംഗ് ഒക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇങ്ങനെ നേരെ നേരെ വയ്ക്കുമ്പോൾ വയറിങ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കണക്ഷൻ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതായത് ഫസ്റ്റ് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്, വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെയാണ് ഇതിൽ വെച്ചേക്കുന്നത്. അതുപോലെ വേണം സെല്ലുകൾ തമ്മിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമുക്ക് BMSൻ്റെ കണക്ഷൻ നോക്കാം. അതായത് ഇതിൽ ഒരു 3.7 വോൾട്ട്, 7.4 വോൾട്ട്, 11.1 വോൾട്ട് അങ്ങനെ ഉണ്ടാവും. അതിലേക്കാണ് ബാറ്ററിയുടെ ഓരോ ലെഗുകൾ കണക്ട് ചെയ്യേണ്ടത്. 0 വോൾട്ട്, 3.7 വോൾട്ട്, 7.4, 11.11. ഇനി BMSൻ്റെ വയറിംഗ് കണക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു 3 സെല്ല് മാത്രമാണ് ഫസ്റ്റ് കണക്ട് ചെയ്യണത്. അതിനുശേഷം ബാക്കി 3 സെല്ല് കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം വയർ സോൾഡർ ചെയ്തെടുക്കണം. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് മറ്റേ ബാറ്ററി നെഗറ്റീവിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കണം, ഈ കാണുന്ന പോലെ. ബാറ്ററിയുടെ മറ്റേ സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവിൽ നിന്ന് അടുത്ത നെഗറ്റീവിലേക്ക്, അങ്ങനെ വേണം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ മറ്റേ സൈഡിൽ ചെയ്ത സെയിം പോലെ തന്നെ ഇപ്പുറത്ത് അതുപോലെ തന്നെ ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യാം. ഇനി നമുക്കിപ്പോൾ ഈ 3 സീരീസ് ചെയ്തത് ഏകദേശം വോൾട്ടേജ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടാൽ ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഒരു സൈഡ്, അതായത് ഒരു സൈഡ് പോസിറ്റീവും മറ്റേ സൈഡ് സ്റ്റാർട്ടിങ് നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ 12 വോൾട്ട് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ കണക്ട് ചെയ്ത സീരീസ് കണക്ഷൻ ശരിയാണെന്ന് അർത്ഥം. അടുത്തതായി ഇതാണ് നമ്മൾ BMS ഇതേപോലെ ബാറ്ററിയുടെ മുകളിലേക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്. BMSലേക്ക് വയർ കണക്ഷൻ ഇനി ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യണത് 3.7 വോൾട്ട്, അതിൻ്റെ 3.7 വോൾട്ട് രീതിയിലേക്ക് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് ബാറ്ററിയുടെ സ്റ്റാർട്ട് ചെയ്യണ വയർ പോസിറ്റീവ്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവിൻ്റെ എൻഡിലേക്കാണ് ഇപ്പോൾ 3.7 വോൾട്ടിൻ്റെ വയർ കണക്ട് ചെയ്യണത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്ത വയർ 7.4 വോൾട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണത്. അതായത് ബാറ്ററിയുടെ സീരീസ് ചെയ്ത ഒരു ലെഗിൽ നിന്ന് എടുത്തിട്ട് 7.4ൻ്റെ ലെഗിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അടുത്തത് 11.11 വോൾട്ടിൻ്റെ, അതായത് 11.9 വോൾട്ടിൻ്റെ BMS എഴുതിയ പോയിന്റിൽ നിന്ന് നമ്മൾ ബാറ്ററി സീരീസ് ചെയ്ത മറ്റു പോയിന്റിലേക്ക് വയർ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 0 വോൾട്ടിലേക്ക്, അതായത് ബാറ്ററിയുടെ ഏറ്റവും നെഗറ്റീവിലേക്കാണ് അടുത്ത 0 വോൾട്ട് എന്ന് പറയുന്നത്, അതിലേക്കാണ് അടുത്ത വയർ കണക്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ BMSൻ്റെ വയറിംഗ് കണക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 12 വോൾട്ട് ഔട്ട്പുട്ട് മാത്രം എടുത്താൽ മതി BMSൽ നിന്ന്. അപ്പോൾ BMSൻ്റെ ഔട്ട്പുട്ടിൻ്റെ ലെഗിലേക്ക് നമ്മൾ ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ അറിയാൻ പറ്റും, ഏകദേശം 12 വോൾട്ട് തന്നെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ അതായത് നമ്മുടെ ബാക്കിയുള്ള ഒരു 3 സെല്ലും കൂടി ഇതിലേക്ക് സീരീസ് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം സോൾഡറിംഗ് തന്നെയാണ് ഇതിലും ചെയ്യണത്. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും മറ്റേ നെഗറ്റീവിലേക്ക്, അതുപോലെ തന്നെ മറു സൈഡിലും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഒന്നാമത്തെ സെല്ലിൽ നിന്ന് ഒന്നാമത്തെ സെല്ലിലേക്കും, രണ്ടാമത്തെയും, അതേപോലെ മറു സൈഡിൽ മൂന്നാമത്തേതിലേക്കും, നാലാമത്തേതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച സർക്യൂട്ട് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. അതിലെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. അടുത്തതായി അതായത് നമ്മുടെ PVC ബോക്സിലേക്ക് ബാറ്ററി നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണത്. അതായത് എന്നിട്ട് ആ വരച്ച ലൈനിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് കറക്റ്റായിട്ട് ബാറ്ററി ഇറക്കി വെച്ച് ഒട്ടിക്കും. അതിനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇത് അടിപൊളിയായിട്ട് ഒട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് 2 LED വെച്ചേക്കാണ്. അതായത് ഇൻഡിക്കേറ്ററിന് വേണ്ടി തുളച്ച് വെച്ച 2 ഹോളിലേക്ക് 2 LED വെച്ചു. അതിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് ഒരു 10K റെസിസ്റ്റർ വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അതായത് 2 പിന്നിൻ്റെ നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയർ കാണുന്നുണ്ടോ, അതായത് 2 കണക്ടറിൻ്റെയും നെഗറ്റീവ് തമ്മിൽ ഒന്നിച്ച് സോൾഡർ ചെയ്ത് BMSയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അത് കൂടാതെ നമ്മുടെ 2 LEDയുടെയും നെഗറ്റീവ് ഒന്നിച്ച് നേരെ ആ സെയിം ബ്ലാക്ക് വയറിലേക്ക് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. പിന്നെ നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിച്ചിൻ്റെ 2 ലെഗിലും 2 വയറിൻ്റെ കഷ്ണങ്ങൾ സോൾഡർ ചെയ്ത് വെച്ചേക്കാണ്. അതിൽ ഒരു കഷ്ണം നമ്മുടെ BMSൻ്റെ പോസിറ്റീവിലേക്കും ഒരെണ്ണം ഔട്ട്പുട്ട് കൊടുക്കുന്ന കണക്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്.
അടുത്തതായി ഒരു ഡയോഡ്, അതായത് ഞാനിവിടെ 2 ഡയോഡ് പാരലൽ ചെയ്ത് എടുത്തേക്കാണ്. അതായത് എൻ്റെ ഇങ്ങനെ ഓൾറെഡി ഇരിക്കുന്ന കാരണം ഞാൻ അങ്ങനെ എടുത്തത്. അത് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, അതായത് BMSൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിലേക്കാണ് നമ്മൾ നമ്മുടെ കണക്ടറിൽ നിന്ന് വരണ ഇൻപുട്ട് വയർ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇൻപുട്ട് ഇൻഡിക്കേറ്ററായി LED പോസിറ്റീവിലേക്കും അതിലേക്ക് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വൈഫൈ പവർ ബാങ്ക് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പണി കൂടിയുണ്ട്. അതായത് നമുക്ക് ഇതിലേക്ക് വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ കണക്ടറിൻ്റെ തന്നെ മെയിൽ കണക്ടർ 2 എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വയർ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളിത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചെറിയൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് പെട്ടെന്ന് പൊട്ടി പോരാണ്ടിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പവർ ബാങ്ക് ഇതിൽ ഇൻ ഔട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇവിടെ ഇന്നും ഇവിടെ ഔട്ടും കൊടുക്കണം. കാരണം ഇതിൽ LED ഒക്കെ വെച്ചിട്ട് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്നോട്ട് സെപ്പറേറ്റ്. മറ്റേതിൽ എങ്ങനെയാണെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല. അപ്പം എന്നിട്ട് ഞാൻ DC ഔട്ടിൽ നമ്മുടെ ഈ പിന്ന് കുത്താണ്. പിന്ന് കുത്തിയിട്ട് അവിടെ ശ്രദ്ധിച്ചാൽ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇൻഡിക്കേഷൻ കത്തും. അതുപോലെ തന്നെ അതാ ഇവിടെയും നമ്മുടെ റൂട്ടർ ഓൺ ആയിട്ടുണ്ട്. മനസ്സിലായി? അതേപോലെ തന്നെ നമ്മുടെ 12 വോൾട്ട് DC വരുന്ന അഡാപ്റ്റർ ഇതിൽ കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിന് ഔട്ട് എടുത്തിട്ട് നമുക്ക് റൂട്ടറിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇനി വേറെ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.